ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെസ്റ്റ് ബാങ്കിലെ മാലെ അദുമിം സെറ്റിൽമെന്റിൽ വെച്ച് നടത്തിയ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നയതന്ത്ര മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല, ഈ സ്ഥലം നമ്മുടേതാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ദുരാഷ്ട്ര പരിഹാരം എന്ന സമാധാന പദ്ധതിക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. ഈ പ്രഖ്യാപനം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പുതിയ ഘട്ടത്തെയും സൂചിപ്പിക്കുന്നു. ഒപ്പം ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന E1 സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതിയാണ്. ജെറുസലേമിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസൂത്രണ കമ്മീഷൻ അന്തിമ അംഗീകാരം നൽകി കഴിഞ്ഞു. ഈ പദ്ധതി പൂർത്തിയായാൽ അത് വെസ്റ്റ് ബാങ്കിനെ ഭൂമിശാസ്ത്രപരമായി വിഭജിക്കുകയും പലസ്തീൻ ജനതയെ വടക്കും തെക്കുമുള്ള ഭാഗങ്ങളായി വേർപെടുത്തുകയും ചെയ്യും. ഇത് കിഴക്കൻ ജെറുസലേമിലെ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ഇസ്രായേലിന്റെ ഈ നീക്കത്തെ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നു. അവരുടെ വാദം ഈ പദ്ധതി ഭൂമിശാസ്ത്രപരമായി അടുത്തടുത്തും നിലനിൽക്കുന്നതുമായ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാകുമെന്നാണ്. ജെറുസലേം പലസ്തീൻ രാഷ്ട്രത്തെ തലസ്ഥാനമായി കണക്കാക്കുന്ന പലസ്തീനികാർക്കും കിഴക്കൻ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമാണ്. ഈ പദ്ധതിക്ക് ഏകദേശം $1 ബില്യൺ ചിലവ് വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് ഇസ്രായേൽ അതിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി വലിയ സാമ്പത്തിക റിസ്ക് എടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രായേലിന്റെ ഈ കുടിയേറ്റ പദ്ധതികൾ അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു. 4ാം ജനീവ കൺവെൻഷൻ ഒരു അധിനിവേശ ശക്തിക്ക് സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നത് വിലക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾ ഈ നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്.